Hello friends, welcome back to my YouTube channel ZtreamGamer. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ Xiaomi പുതിയതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന Mi 10 സീരീസിലുള്ള ഫോണിനെ കുറിച്ചാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. Xiaomi അവരുടെ ഈ പുതിയ ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് വരുത്തിയിരിക്കുന്നത് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയി കാണുക. ഓക്കെ. Xiaomi അവരുടെ എല്ലാ ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായി തന്നെയാണ് നമ്മുടെ ഈ Mi 10 സ്പെസിഫിക്കേഷനോടുകൂടി ഈ ഫോൺ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഫോണിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് ഫോണിനും അതുപോലെ തന്നെ ഒരു കവർ നമുക്ക് ഈ ഡിസ്പ്ലേ കാണാൻ കഴിയുന്നത് പോലെ, പിന്നെ അവരുടെ ഒരു ചാർജർ. ഈ ചാർജർ ലഭിക്കുന്നത് നമുക്ക് ഫോണിന് മാത്രമല്ല, നമ്മുടെ ലാപ്ടോപ്പ് കണക്ടർ ചാർജർ കൂടിയാണ്. അതുപോലെ തന്നെ അഡാപ്റ്റർ കിട്ടുന്നുണ്ട്, പിന്നെ ഇൻഷൻ ഇത് കിട്ടുന്നുണ്ട്, പിന്നെ OTG കേബിൾസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്, അതായത് നമുക്ക് ഡയമെൻഷൻ ഹൈറ്റ് ആയിട്ട് വരുന്നത് 166.6 സൈസും അതുപോലെ തന്നെ 208 ഗ്രാമും ആയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് വളരെ ആയ രീതിയിലാണ് ഈ ഫോണിൻ്റെ നമ്മുടെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഫോണുകളിൽ കാണുന്നത് പോലെ തന്നെ മൈക്കും അതുപോലെ നമ്മളുടെ സ്പീക്കേഴ്സും അത് അടിയിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഫിംഗർ ലോക്ക് അത് നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ക്യാമറയെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ ആദ്യത്തെ ക്യാമറ 180 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് വൈൽഡ് ക്യാമറയാണ്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ക്യാമറ എന്ന് പറയുമ്പോൾ അത് 12 MB ക്യാമറയാണ്. ആ ക്യാമറയുടെ പെർഫോമൻസ് വളരെ സൂപ്പറാണ്. കാരണം നമ്മളിത് ടെക്സ്റ്റിങ് ചെയ്തിട്ട് നമുക്ക് Xiaomi ചെയ്തിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. വളരെ സൂപ്പറായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷിക്കാം. നമുക്ക് വരുന്ന ക്യാമറയും കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് മൂന്നാമത് കിട്ടുന്നത് 20 MB അൾട്രാ വൈൽഡ് ക്യാമറയാണ് കിട്ടുന്നത്. അത് നമുക്ക് വൈൽഡായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്താൻ വേണ്ടിയാണ്. അതായത് നമുക്ക് അങ്ങ് ടോട്ടലായിട്ട് ഫുൾ കിട്ടും. പിന്നെ കിട്ടുന്നത് ഡുവൽ ഫ്ലാഷാണ്. ഡുവൽ ഫ്ലാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുട്ടത്ത് പോലും നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. സാധാരണ നമ്മുടെ Xiaomi ഫോണിലെല്ലാം ഉപയോഗിക്കുന്ന അതേ മോഡൽ തന്നെയാണ് നമ്മുടെ ക്യാമറയും വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് വളരെ പ്രത്യേകതയായിട്ടുള്ളത് നമ്മുടെ ചാർജറാണ്. ചാർജർ എന്ന് വെച്ചാൽ അത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ ഒന്നുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അന്നേരം ലഭിക്കാനാണ്. നമ്മൾ ടെക് പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായിരിക്കും എപ്പോഴും ഇടുക. സോ നിങ്ങൾക്ക് ടെക് പരമായി അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റൈലിഷാണ്, നമുക്ക് പിടിക്കാനും കാര്യങ്ങളും എല്ലാം ഇതാണ്. നമ്മുടെ സൈഡ് വരുന്നത് ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് ഇതിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ എഡ്ജ് വന്ന് ചെരിഞ്ഞിട്ടാണ്, കർവ്ഡ് സൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത് ടോട്ടലി ഒരു സ്റ്റൈലിഷാണ്. ഇത് 3-4 വേരിയൻറ്റ് കളേഴ്സിൽ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതിൻ്റെ ഹെഡ്സ് എത്ര ഹെഡ്സിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 90 ഹെഡ്സാണ് നമുക്കിതിൽ തരുന്നത്. അതുപോലെ തന്നെ IP റേറ്റിംഗ്, അതായത് നമുക്ക് ഇത് IP അഡ്രസ് റേറ്റിംഗ്, അതിനെക്കുറിച്ച് റേറ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ കമ്പനി പുറത്ത് വിട്ടിട്ടില്ല. ഏകദേശം എബവ് 51 അങ്ങനെയാണ് കേട്ട് വന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കാരണം Xiaomi നമ്മൾ അവരുടെ ഫോണിലെല്ലാം തരുമ്പോൾ അവർ ഹീറ്റിംഗ് പ്രോബ്ലം, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മുടെ പ്രൊസസ്സറിൻ്റെ ആണ്. സോ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. പിന്നെ നമ്മൾ ഐറ്റംസും എടുക്കുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ നമുക്ക് തരുന്നത് 20 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 20 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്രാ HD ക്ലാരിറ്റിയിലൂടെ തന്നെ നമുക്ക് ഫോട്ടോകളും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് കമ്പനി നമ്മളോട് പറയുന്നത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഫ്രണ്ടിൽ വന്നിട്ടാണ് ഡിസ്പ്ലേ ഇതാണ്. പിന്നെ നമ്മുടെ മൈക്കിനെ കുറിച്ചാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. മൈക്കല്ല, നമ്മുടെ സ്പീക്കേഴ്സിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. നമ്മുടെ സ്പീക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം നമുക്ക് നല്ലൊരു അവറേജ് സൗണ്ട് തരുന്ന ഒരു സ്പീക്കർ തന്നെയാണ് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബാക്ക് സൈഡിലാണ് അതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഗ്രില്ല് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ Xiaomi സെറ്റിൽസ് എല്ലാം സാധാരണ കാണുന്ന പോലെ തന്നെ നമുക്ക് വോളിയം പ്രോഗ്രസ് ബട്ടൺസും അതുപോലെ പവർ ബട്ടണും നമുക്കുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ സെൻസേഴ്സും നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ Xiaomiയുടെ എല്ലാ സെറ്റിൽസും ഉള്ളതാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയും ഒട്ടാകോറിയം സ്നാപ്ഡ്രാഗൺ 865 പ്രൊസസ്സറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഫോണുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് വളരെ
ഫാസ്റ്റ് ആയിരിക്കും, ഒരു സ്റ്റെക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന സ്റ്റോറേജിനെ കുറിച്ചാണ്. അതായത് 128 GB അത് 256 GB അങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ 8 GB റാമാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതിന് 2 വേരിയൻസ് ആയിരിക്കും, 180 അതുപോലെ തന്നെ 256. അത് രണ്ടും അതിൻ്റെ വേരിയൻസ് ആയിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് 8 GB റാം സിസ്റ്റം തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്മിനെ കുറിച്ചാണ്. അതായത് നമുക്ക് സിം ഇതിൻ്റെ അത് നമുക്ക് ലഭിക്കുന്നത് സിംഗിൾ സിം സ്ലോട്ടാണ്. അതായത് നാനോ സിംഗിൾ സ്ലോട്ടാണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് മെമ്മറി കാർഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതും നമുക്ക് കമ്പനി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് Wi-Fi 6 അവൈലബിൾ ആണ്. അതായത് Wi-Fi 6 കണക്ടിവിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5G ഫോണാണിത്. പിന്നെ അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് ബാറ്ററി ഇത് കിട്ടുന്നത് 4780 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജർ അടക്കമാണ് നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങിൽ തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഫാസ്റ്റ് ചാർജിങ് കിറ്റ് നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ അകത്ത് 88% ഇപ്പോൾ നിങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് 80.12345 എന്ന് പറഞ്ഞ് അത് 100 ആയി കഴിയുമ്പോഴായിരിക്കും 89 എന്നിലോട്ട് മാറുക. അങ്ങനെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളും MI ഇതിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ നാവിക്സ് നാവം, പിന്നെ ബ്ലൂടൂത്ത് സിസ്റ്റം, NFC, അതുപോലെ തന്നെ USB Type-C പോർട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ സാധാരണ Xiaomi സെറ്റുകളിൽ ഇപ്പോൾ ഇറക്കുന്ന അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഈ ഫോണും പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ അകത്ത് ഫേസ് സെക്യൂരിറ്റി. നമുക്ക് ഫേസ് ഫിംഗർ ലോക്ക് അതുപോലെ തന്നെ ഫേസ് സെക്യൂരിറ്റി വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് Xiaomi ഈ ഫോണിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആപ്പുകൾ ടേക്കിംഗ് ആൻഡ് ക്ലോസ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റാണ്. കാരണം 8 GB റാമും സിസ്റ്റമാണ് നമുക്ക് ഈ ഫോണിലും Xiaomi നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മിനിമൈസ് ചെയ്യാനും അതുപോലെ ക്ലീൻ ചെയ്യാനും എല്ലാം കഴിയും. അത് Xiaomiയുടെ ഒരു നല്ലൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം എടുത്ത് പറയുമ്പോൾ ക്യാമറ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ക്യാമറ തന്നെയാണ് Xiaomi തന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് നിന്നായിരിക്കും സെൻസേഴ്സിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. iOSൻ്റെ AI സപ്പോർട്ടഡ് ക്യാമറാസാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതിപ്പം 2 ഫോണിലെടുത്തേക്കുന്ന എടുത്തേക്കുന്ന ഫോട്ടോസാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ. പിന്നെ 7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. നല്ല സൂപ്പർ വീഡിയോ ക്ലാരിറ്റിയില്ലാതെ തന്നെയാണ് Xiaomi ഇപ്പോഴത്തെ ക്യാമറയുടെ സെറ്റിങ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 865ൻ്റെ പ്രോസസ്സറും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വീഡിയോ റെക്കോർഡിങ് സാധ്യമാവും. സ്റ്റെക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് കണ്ടതിൻ്റെ ഒരു ഫെയിലിയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു 1 സെക്കൻഡിൻ്റെ ഒരു ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു കണ്ടൊരു ഡീവിയേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് വന്ന് അതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം. അതായത് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയിട്ടാണ്. ഇതിൻ്റെ പ്രൈസ് 8 GB 128-ന് 49,999, അതായത് 50,000 രൂപയായിരിക്കും. അതുപോലെ 8 GB 225 GB ഇതിന് 54,999, അതായത് 55,000 രൂപയും ആയിരിക്കും. പിന്നെ ഇതിലൂടെ നമുക്കിപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന പോലെ ഇതിലൂടെ ലഭിക്കുന്ന ഒരു വയർലെസ് ചാർജറും അതുപോലെ തന്നെ ഒരു ഇയർഫോൺ പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രം Xiaomi തരുന്ന ഒരു ഓഫറാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഈ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് നല്ലൊരു ഫോണായിരിക്കും ഇത്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കും. കാരണം ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അന്നേരം ലഭിക്കാനാണ്. നമ്മൾ ടെക് പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളായിരിക്കും എപ്പോഴും ഇടുക. സോ നിങ്ങൾക്ക് ടെക് പരമായി അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും നിൽക്കണമെങ്കിൽ